ഇതുപോലത്തെ നമ്മളെ കോപ്പർ ബോട്ടിൽ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ഈസി ആയിട്ട് വെളുപ്പിക്കാം കേട്ടോ. ഇതില്ലേ നമ്മളെ പുളിയാണ്, വാളം പുളി, പിന്നെ കുറച്ച് ഉപ്പുമാണ്. ഒരു സ്ക്രബ് എടുക്കുക, ഇച്ചിരി വെള്ളം, എന്നിട്ട് നമുക്ക് തേച്ച് കൊടുക്കുക കേട്ടോ. പൊടി നല്ലോണം വേണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒരച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് വറ്റിത്തിളങ്ങും കേട്ടോ. ഉണ്ടാ കണ്ട ഇത്രയും വെളുത്തുണ്ട. ഞാൻ കഴുകിയെടുക്കട്ടെ. നമുക്ക് നല്ല പോലെ വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത ടിപ്സിലേക്ക് പോവാം. നമുക്ക് കത്തി മൂർച്ച കൂട്ടാനാണ്. ഇതുപോലത്തെ സാൻഡ് പേപ്പറിലെ പുഴിക്കടലാസ് അതൊരു വശം മുറിക്കുക. അല്ലേ ഇങ്ങനെ ആക്കുക കേട്ടോ. അല്ലേ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ. ഇങ്ങനെ അരിച്ചെടുക്കുക. ഇതുപോലെ നല്ല തിളക്കം വരും കേട്ടോ. തിളക്കവും വരും, നല്ല മൂർച്ചയും വരും കേട്ടോ. കത്തി ഇതാണ്ട ശ്രദ്ധിക്കണം, അരക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഞാനൊരു ഉള്ളി മുറിച്ചിട്ട് കാണിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് നമുക്ക് മുറിച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ്ട ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയോ വേണ്ടു. നല്ല മൂർച്ചം വരുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, നല്ല അടിപൊളി ടിപ്പാണ്. അവിടെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇനി നമ്മൾ ഇതേപോലെ പരിപ്പ് ഉണ്ടാവില്ലേ, ഉഴുന്ന് പരിപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇങ്ങനെ ഇതിൽ ഇപ്പം മഴക്കാലമല്ലേ, അപ്പോൾ മഴക്കാലത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ കറുത്ത ഒരു പുഴുക്കൾ പോലെ വരൂലേ, കുത്തന അങ്ങനെ ഒരു പുഴു വരത്തില്ലേ, വരാതിരിക്കാൻ സാധാരണ ന്യൂസ് പേപ്പർ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ അതാ മുറിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഇതിലൊന്നും അങ്ങനെ വരത്തില്ല, പുഴുക്കളൊന്നും വരത്തില്ല കേട്ടോ. അരിയിലായാലും പരിപ്പിലും എല്ലാം നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ അടച്ചു വെച്ചാൽ മതി, ഒന്നും വരത്തില്ല കേട്ടോ. ഇനി നമുക്ക് ഉപ്പിൻ്റെ ഒരു ടിപ്സാണ്. നമ്മളിങ്ങനെ ഗ്ലാസിൻ്റെ ബോട്ടിലിൽ ഏത് ബോട്ടിലായാലും നമ്മൾ ഇട്ട് വെക്കുമ്പോൾ അതിൻ്റെ സൈഡിലെല്ലാം ഇങ്ങനെ വെള്ളം പോലെ വരുമല്ലോ, വെള്ളപ്പറ്റ് വരില്ലേ. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വെള്ള തുണി എടുക്കുക. വെള്ളത്തുണിയൊന്നുമില്ല, ഒരു കോട്ടൺ തുണി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഏത് അരിയായാലും കുഴപ്പമില്ല കേട്ടോ, അരി ഇങ്ങനെ കെട്ടി വെക്കുക. അതിൽ നിന്ന് ഒരു തുണി എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. അത് കുടിച്ചോളും കോട്ടണിൽ. അങ്ങനെ നമുക്ക് ആ വെള്ളം അതിൽ കുടിച്ചോളും. നമുക്ക് ഉപ്പ് കട്ട പിടിക്കാണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ല, വെള്ളം ഒലിക്കുന്ന മാതിരി ഉണ്ടാവുമല്ലോ, അതെല്ലാം നമുക്ക് അതിൽ നിന്നെല്ലാം സംരക്ഷിക്കാം ഉപ്പിനെ. ഇനി നമുക്ക് നാരങ്ങ കേട് കൂടാണ്ട് സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പറില്ലേ, അതിലിങ്ങനെ ഇങ്ങനെ ചുരുട്ടി വെക്കുക. ഒരു ഡബ്ബയിൽ ഉണങ്ങാൻ നനവൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഒരു ഡബ്ബയിലിട്ട് വെക്കുക. അത് ദീർഘകാലം ഒരുപാട് ദിവസം നമുക്ക് എത്തിക്കാൻ കഴിയും കേട്ടോ. ഇതുപോലെ ഒരുപാട് കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇതുപോലെ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ ഫ്രിഡ്ജിൽ.